Subscribe now and press the bell icon. Never miss an update. ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് സുഖമാണ്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അന്ന് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് ഈ വീഡിയോ വിടുകയാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അടുത്ത 2 വീഡിയോ ആയിട്ട് പ്രോബ്ലംസ് ചെയ്യേണ്ടി വരും. അത്രയും നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇത്രയും സമയം പഠിച്ച റിസൾട്ടുകളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. കുട്ടികളെ, ആദ്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട്സ് ഒന്ന് നമുക്ക് ഓർക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് x1 x2 x3 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ n-ാം nth ടേം നമുക്ക് xn ഈക്വൽസ് f+n-1 ഇൻറ്റു d എന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും ആയിരിക്കും. അതാണ് ആദ്യത്തെ റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട്, നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൾജിബ്രൈക് ഫോം, അതായത് ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn ഈക്വൽസ് an പ്ലസ് ബി എന്ന രീതിയിലായിരിക്കും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എ ബി എന്ന് പറയുന്നത് സ്ഥിരസംഖ്യകളായിരിക്കും, ഫിക്സഡ് നമ്പേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 2 റിസൾട്ടുകൾ xn ഈക്വൽസ് f+n-1 ഇൻറ്റു ഡി ആയിരിക്കും. അതുപോലെ തന്നെ xn എന്ന് പറയുന്നത് an പ്ലസ് ബി എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ xn ഈക്വൽ ടു an പ്ലസ് ബി ആണെന്ന് തന്നിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ആ n-ാം പദം വരുന്ന ആൽജിബ്രൈക് എക്സ്പ്രഷൻ്റെ n-ാം പദം xn ഈക്വൽ ടു an പ്ലസ് ബി എന്ന ഫോമിലാണെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന സീക്വൻസ് തീർച്ചയായിട്ടും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നും കൂടെ നമുക്ക് പറയാം. മനസ്സിലായല്ലോ? xn ഈക്വൽ ടു an പ്ലസ് ബി എന്ന ഫോമിലാണ് ബീജഗണിത രൂപം തന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഉൾക്കൊള്ളുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഈ റിസൾട്ട് എന്താ പറയുന്നത്? നമുക്ക് തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതോ 2 ടേംസാണ് xnഉം xmഉം എന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ് xn മൈനസ് xm എന്ന് പറയുന്നത് ആ 2 ടേമിൻ്റെ പൊസിഷണൽ ഡിഫറൻസിൻ്റെയും പൊതുവ്യത്യാസത്തിൻ്റെയും ഗുണനമായിരിക്കും എന്നതാണത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. xnൻ്റെ പൊസിഷൻ n-ഉം xmൻ്റെ പൊസിഷൻ m-ഉം ആണ്. സോ xn മൈനസ് xm എന്ന് പറയുന്നത് n മൈനസ് m ഇൻറ്റു ഡി ആയിരിക്കും. ഇവിടെ ഡി എന്നത് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ആണ്. ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ സീക്വൻസ്? നമ്മൾ ആ വാട്ടർ ടാങ്കിൻ്റെ പ്രോബ്ലം പറഞ്ഞതാണ് അല്ലേ? ആ ടാങ്കിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 1000 ലിറ്റർ വെള്ളം ഉള്ള ടാങ്കിൽ സെക്കൻഡിൽ 5 ലിറ്റർ വീതം വെള്ളം പുറത്തോട്ട് ഒഴുകുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ത് എന്നായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ തരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാട്ടർ ടാങ്കിലെ വെള്ളം എപ്പോഴാണ് കാലിയാവുക എന്ന് പറയാൻ കഴിയുമോ? ഫുള്ളായിട്ട് ഒഴിയാന്ന് പറയാൻ കഴിയുമോ? ആ പറയുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് F ഈക്വൽ ടു 1000 എന്നാണ്. ആൻഡ് D ഈക്വൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ലിറ്റർ വീതം കുറഞ്ഞു പോവായിരുന്നു അല്ലേ? അപ്പോൾ കുറയാന്നുണ്ടെങ്കിൽ നമുക്ക് മൈനസ് അല്ലാതെ ഈ രീതിയിൽ പറയുമ്പോൾ 995 മൈനസ് 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ -5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ
nth ടേം ഒന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് nth ടേം എന്നറിയാം. അവിടെ നമുക്ക് 1000 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു -5 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1000 മൈനസ് 5n പ്ലസ് 5 എന്ന് വരും. കണ്ടോ, n ഇൻറ്റു -5 -5n -1 ഇൻറ്റു -5 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 1005 മൈനസ് 5n എന്ന് വന്നു. ഓക്കെ, xn ഈക്വൽ ടു 1005 മൈനസ് 5n. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏതോ ഒരു സെക്കൻഡിൽ ഈ പറഞ്ഞ ടാങ്ക് ഒഴിയും അല്ലേ, അതായത് അവിടെ 0 ലിറ്റേഴ്സ് ആവും വെള്ളം. അങ്ങനെ വരുന്നത് എപ്പോഴാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസൾട്ടിനെ 0 ആകുന്നത് എപ്പോഴാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ n കണ്ടുപിടിക്കാൻ കഴിയും. 1005 ഈക്വൽസ് ഈ 5n നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 5n എന്ന് എഴുതാം, വിച്ച് ഇംപ്ലൈസ് n ഈക്വൽസ് എന്ത് കിട്ടും? 1005 ഡിവൈഡഡ് ബൈ 5. ക്യാൻസൽ ചെയ്ത് നോക്കാം. 10ൽ 5 2, ദെൻ 0ൽ ഉണ്ടാവില്ല, ദെൻ 5ൽ 1. നമുക്ക് എന്ത് കിട്ടി? 201 എന്ന് കിട്ടി. അതായത് നമുക്ക് കിട്ടിയത് എന്താണ്? 201ാമത്തെ സെക്കൻഡിലാണ് നമ്മുടെ 1000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്ന ടാങ്ക് 0 ലിറ്റർ ആയിട്ട് തീരെ വെള്ളമില്ലാത്ത അവസ്ഥയിലോട്ട് പോകുക എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് നമുക്ക് 201ാമത്തെ സെക്കൻഡ് എന്ന് കിട്ടുന്നത്. അതായത് മിനിറ്റ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിനിറ്റ് വെച്ച് പറയുമ്പോൾ നമുക്ക് 60 സെക്കൻഡാണ് ഒരു മിനിറ്റ് അല്ലേ. 3 മിനിറ്റും പിന്നെന്താണ് 21 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ 1000 ലിറ്റർ ഉൾക്കൊണ്ടിരുന്ന ടാങ്ക് 3 മിനിറ്റും 21 സെക്കൻഡും കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കാലിയാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിലുള്ള ഓരോ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ: The third term of arithmetic sequence is 43 and sixth term is 76. Write the first 5 terms. ഒരു സമാന്തര ശ്രേണിയിലെ 3-ാം പദം 43, 6-ാം പദം 76. ഈ ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 3rd പൊസിഷനും 6th പൊസിഷനുമാണ്. അപ്പോൾ 3rd പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x3 അല്ലേ, 43. 6th പൊസിഷൻ ആകുമ്പോൾ x6, 76. ഓക്കെ, ഇനി നമുക്കിതിനെ x6 മൈനസ് x3 എന്നെഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 76 മൈനസ് 43. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇത് കാണുന്ന അതേ സമയം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ x6 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? f പ്ലസ് 5d മൈനസ് f പ്ലസ് 2d. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു 76 മൈനസ് 43 എന്ത് വരും? 6ന്ന് 3 പോയാൽ 3, 7ന്ന് 4 പോയാൽ 3, അപ്പോൾ 33 എന്ന് വന്നു. അപ്പോൾ ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്തു വരാം. ഇവിടെ എഫും മൈനസ് എഫും പോവും. 5d മൈനസ് 2d എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 3d ഈക്വൽസ് 33 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ d ഈക്വൽസ് എങ്ങനെ കാണും? 33 ഡിവൈഡഡ് ബൈ 3 which is equal to 11. ഇനി എങ്ങനെ നമ്മൾ എഫ് കാണും? എഫ് ഏത് റിസൾട്ട് ഇട്ടെടുത്താലും ഇനി കാണാം അല്ലേ. d ഈക്വൽ ടു 11 എന്ന് നമുക്ക് കിട്ടിയില്ലേ. നമുക്ക് അറിയുന്നത് x3 ഈക്വൽസ് എഫ് പ്ലസ് 2d എന്ന് പറയുന്നത് 43 ആണെന്ന് നമുക്കറിയാം. അവൻ തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ എഫ് കണ്ടുപിടിക്കും? നമുക്ക് എഫ് കാണാൻ വേണ്ടി നമുക്ക് ഈ ഡിക്ക് 11 കൊടുത്താൽ മതി. എഫ് പ്ലസ് 2
ഇൻറ്റു 11 ഈക്വൽസ് 43 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ എഫിനെ ഇവിടെ ഒറ്റക്കാക്കുക. ഈ എഫിനെ ഇവിടെ ഒറ്റക്കാക്കുക. ഈ 2 ഇൻറ്റു 11 അത് എത്രയാണോ ആ റിസൾട്ടിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 43 മൈനസ് 2 ഇൻറ്റു 11 22. 43 മൈനസ് 22 എന്ന് പറഞ്ഞാൽ എന്താണ്? 21. ഓക്കെ, അപ്പം നമുക്ക് എഫ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 21. ഇനി x1 ഈക്വൽസ് എഫ് ഈക്വൽസ് 21 എന്ന് കിട്ടി. x2 എങ്ങനെ കണ്ടുപിടിക്കാം? x1 പ്ലസ് ഡി അല്ലേ? 21 പ്ലസ് 11 ഈക്വൽസ് 112 213 32. x3 ഓൾറെഡി നമുക്കറിയാം 43. x4 x4 എന്തിനോട് കൂടെ കൂട്ടിയാൽ മതി? x3നോട് കൂടെ ഡി കൂട്ടിയാൽ മതി അല്ലേ? നമുക്കെന്ത് കിട്ടും? 43 പ്ലസ് 11 54. x5 x4 പ്ലസ് ഡി എന്ത് കിട്ടും? 54 പ്ലസ് 11 ഈക്വൽ ടു 65. നമുക്ക് 5 പദങ്ങൾ എഴുതാം. ആദ്യത്തെ 5 പദങ്ങൾ 21 32 43 54 65. ഇവയാണ് തന്നിട്ടുള്ള ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. The fourth term of an arithmetic sequence is 2 and seventh term is 3. Write the first 5 terms. ഒരു സമാന്തര ശ്രേണിയിലെ 4ാം പദം 2, 7ാം പദം 3. ഈ ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? x4 എന്ന് പറയുന്നത് 2 അല്ലേ? x7 എന്താണ്? 3. നമുക്ക് x7 മൈനസ് x4 എന്ന് പറയുന്നത് നമുക്കറിയാം f പ്ലസ് 6d മൈനസ് f പ്ലസ് 3d ആണെന്ന് നമുക്കറിയാം. ഇത് തന്നിട്ടുള്ളത് 3 മൈനസ് 2 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇത് നമുക്ക് എന്ത് കിട്ടും? എഫ് പ്ലസ് 6d മൈനസ് എഫ് പ്ലസ് 3d. ഈ എഫും മൈനസ് എഫും ക്യാൻസൽ ചെയ്യും. 6dയിൽ നിന്ന് മൈനസ് 3d ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 3d അല്ലേ? ഈക്വൽ ടു 3 മൈനസ് 2. 3യിൽ നിന്ന് 2 കുറച്ചാൽ വളരെ സിമ്പിളാണ് അല്ലേ? 1. നമുക്ക് ഡി എന്താ കിട്ടിയത്? ഡി ഈക്വൽസ് 1/3. ഇനി എഫ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ റിസൾട്ടുകളിൽ ഏതെങ്കിലും ഒന്നിന് കൊടുത്താൽ മതി അല്ലേ? x4 നമുക്കറിയാം. x4 ഈക്വൽസ് 2 ഇംപ്ലൈസ് x4 എന്താന്ന് നമുക്കറിയാം? എഫ് പ്ലസ് 3 ഇൻറ്റു ഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? 1/3 ഈക്വൽസ് എന്താണ് ഇവിടെ? 2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി? എഫ് പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ഈ 1നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ എന്ത് ആയി മാറും? എഫ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 എന്ന് വരും. 2 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. നോക്കൂ, x1 ഈക്വൽ ടു എഫ് ഈക്വൽ ടു 1 എന്നും കിട്ടി, ഡി ഈക്വൽ ടു 1/3 എന്നും കിട്ടി അല്ലേ? x2 എന്തായിരിക്കും? x2 ഈക്വൽസ് x1 പ്ലസ് ഡി അല്ലെങ്കിൽ എഫ് പ്ലസ് ഡി എന്ന് പറയാം. 1 പ്ലസ് 1/3
ഇസ് ഈക്വൽ ടു ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 into 3 plus 1 divided by 3 is equal to 4 by 3. x3 equals x2 plus d ആണ് അല്ലേ. 4 by 3 plus 1 by 3 equals ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും 5 by 3. ഇനി നമുക്ക് x4 ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, x4 തന്നിട്ടുണ്ട്. x5 എന്ന് പറയുമ്പോൾ x4 plus d. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x4 plus d എന്ന് പറയുമ്പോൾ 2 plus 1 by 3 is equal to ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? 2 by 1 എടുത്തിട്ട് 2 into 3 6 plus 1 into 1 1 divided by 1 into 3 നമുക്കത് കിട്ടി 6 plus 1 by 3 is equal to 7 by 3. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്, ഫ്രാക്ഷൻസ് എന്നുള്ള വീഡിയോ ഉണ്ട്. അതിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അതൊന്ന് കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൽ ഉള്ള സംശയങ്ങളൊക്കെ മാറും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് എന്നായിരുന്നു. ഓക്കെ, റൈറ്റ് ഫസ്റ്റ് 5 ടേംസ്. ഏതൊക്കെയാണ് ഫസ്റ്റ് 5 ടേംസ്? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 4 by 3, തേർഡ് ടേം 5 by 3, ഫോർത്ത് ടേം 2, ഫിഫ്ത്ത് ടേം 7 by 3 എക്സെട്ര. ഈ രീതിയിലാണ് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് വരിക. നമ്മുടെ റിസൾട്ട് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് 1 4 by 3 5 by 3 2 7 by 3 അല്ലേ? അതായത് ആദ്യത്തെ 5 പദങ്ങൾ എന്ന് പറയുന്നത് 1 4 by 3 5 by 3 2 7 by 3 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് 1 not 1 എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 13 24 35 എക്സെട്ര? വാട്ട് അബൌട്ട് 1001 1001 ഓർ 13 24 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യാസമാണ്. പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള സീക്വൻസിലെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. 13 24 35 ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് പോകുന്നത്. ഇവിടെ ഡി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറച്ചാൽ മതി അല്ലേ. 24 - 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 11 കിട്ടുക. അതാണ് നമ്മുടെ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത്. ഇനി 101 ഈ സമാന്തര ശ്രേണി അങ്ങനെ പോയി കഴിഞ്ഞാൽ 101 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു പദമാണോ എന്ന് പറയാം? യെസ്, നമുക്ക് ഈ 101 നിന്ന് നമ്മൾ ഈ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു ടേം കുറക്കുക. നമുക്ക് ഏറ്റവും ഈസി ഏറ്റവും ചെറിയ സംഖ്യ കുറക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ 13 കുറച്ചത്. ഇനി നിങ്ങൾക്ക് 13 പകരം 24 35 ഏത് കുറച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? ഈ 101 എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? യെസ്, ഈ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ. ഈ 11ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഈ 101 എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലെ ഒരു ടേമാണ് എന്ന് പറയാൻ പറ്റും. 101 - 13 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് ഒന്ന് കണ്ടെടുക്കാം. 11 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പിന്നെ ഇവിടെ ഉള്ളത് 9 9 - 1 എന്ന് പറഞ്ഞാൽ 8 നമുക്ക് എന്ത് കിട്ടി? 88 എന്ന് കിട്ടി. ഈ 88നെ 11ന്റെ ഗുണിതാക്കി എഴുതാൻ പറ്റുമോ?
വളരെ ഈസിയാണ് അല്ലേ? 11ന്റെ ഗുണിതാക്കി എഴുതാം. നമ്മളപ്പോൾ എന്താ ചെയ്തത്? തന്നിട്ടുള്ള നമ്പറിൽ നിന്ന് നമുക്കറിയാവുന്ന ഈ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു നമ്പർ കുറച്ച് വെക്കുക. കുറച്ചിട്ട് കിട്ടുന്ന റിസൾട്ട് 11ന്റെ മൾട്ടിപ്പിൾ, അതായത് പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, 101 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, എന്താ പറയാ? 101 എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. അങ്ങനെ ഇനി അടുത്തത് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? വാട്ട് അബൌട്ട് 1001? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 1001 മൈനസ് 13 കാണണം. എന്തായിരിക്കും ആൻസർ കിട്ടുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കടെടുക്കാൻ തുടങ്ങണം അല്ലേ? 10ന്ന് കടെടുക്കാൻ തുടങ്ങണം. അപ്പോൾ നമ്മൾ ഒന്നെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 9 ഉണ്ട്. പിന്നെ ഒരു ഇവിടെ എന്താ വരിക? ഇവിടെ വീണ്ടും 10 വരിക. ആ 10ന്ന് ഒന്നെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 9 ഉണ്ട്. ഇനി നമ്മൾ ഈ 11ന്ന് 3 പോയാൽ 8. പിന്നെ ഇവിടെയുള്ള 9ന്ന് 1 പോയാൽ 8. പിന്നെ ഈ 9 ഇവിടെ ഇറക്കി എഴുതുക. അപ്പം എന്ത് കിട്ടി? 988 എന്ന് കിട്ടി. 988 നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഡിവൈഡഡ് ബൈ 11 എന്ന് ചെയ്യാൻ പറ്റുമോ? നോക്കൂ, നമ്മൾ 88ൽ 8 ടൈംസ് പോവും. പിന്നെ ബാക്കി ഇവിടെ വരിക 108 ആണ്. 108 ബൈ 11 ആണ്. ശരിയാവോ? 109 ആണെങ്കിൽ നമുക്ക് 11 മൾട്ടിപ്പിൾ ആയേനെ. പക്ഷെ ഇതെന്തല്ല, മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നോ, ദിസ് ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. അതായത് 1001 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. 1001 എന്ന് പറയുന്നത് ഈ സീക്വൻസിന്റെ ഒരു പദമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി 3-digit numbers are there which leave a remainder 3 on division by 7? അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? നോക്കൂ, ക്വസ്റ്റ്യൻ മനസ്സിലായി നിങ്ങൾക്ക്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ. മൂന്നക്ക സംഖ്യകൾ എവിടുന്നാണ് തുടങ്ങുന്നത്? എവിടുന്നാണ്? 100 ആണ് അല്ലേ ആദ്യത്തത്. പിന്നെ കഴി എവിടെയാണ്? 999, 999ന്റെ സ്ഥാനത്താണ് കഴിയുക. ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായി നിങ്ങൾക്ക്? ഈ മൂന്നക്ക സംഖ്യനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണം. അങ്ങനെ വരുന്ന ഒരു ശ്രേണി നമുക്ക് ഇതിലുണ്ടാക്കാൻ കഴിയും. ആ ശ്രേണിയിൽ എത്ര നമ്പറുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ടാവും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 7 കൊണ്ട് ഹരിക്കുമ്പോഴാണല്ലോ വരേണ്ടത്. അതായത് 7 കൂട്ടി കൂട്ടി പോകുമ്പോഴാണ് നമുക്ക് എന്ത് വരേണ്ടത്? 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം 7 എടുക്കാം. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 7 എടുക്കാം. ഇനി നമുക്ക് 100നെ ഈ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 10ൽ 7 ഒരു പ്രാവശ്യമാണ് അല്ലേ? റിമൈൻഡർ 3 ആണ്. 30ൽ 7 എത്ര പ്രാവശ്യം വരിക? 4×28 അല്ലേ? അപ്പോൾ 4 വരിക. റിമൈൻഡർ എന്തായിരിക്കും? 2 ആണ്. അതായത് 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ് കിട്ടുക. ഇനി നമുക്ക് കിട്ടേണ്ടത് 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുമെങ്കിൽ
അതിനോട് കൂടെ നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്താൽ പോരെ. 100-നോട് കൂടെ നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 101 എടുക്കാം. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് 999 നമുക്ക് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 കൊണ്ട് 9 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1. ദെൻ ഇവിടെ ബാലൻസ് എന്താണ് വരിക? 9 - 7 2 ആണ് അല്ലേ? 29. 29 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 7 28 4 കിട്ടും. റിമൈൻഡർ ഇവിടെ എന്തായിരിക്കും? 1 ആണ് അല്ലേ? 28 കഴിഞ്ഞാൽ പിന്നെ 29ക്ക് 1 അല്ലേ ഉള്ളൂ ദൂരം, 1 ആയിരിക്കും. അപ്പോൾ 1 ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 19 വരും. 19 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 7 14 അല്ലേ? 2 ആണ് ഇവിടെ വരിക. 142 sevens ആണ് ഉള്ളത്. 14 പ്ലസ് എത്രയാണ്? 19 5 ആണ് അല്ലേ? അതായത് ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് ഇത്ര ആവശ്യമുണ്ടോ? 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 5 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അല്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഈ നമ്പർ, നമ്മൾ എടുക്കുന്ന നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമുക്ക് റിമൈൻഡർ 5 കിട്ടുന്ന ഈ നമ്പറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 2 സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 999 - 2 എത്ര ആയിരിക്കും? 997. ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റിയ നമ്പർ. ഇതിൻ്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? 997 എടുക്കാം. ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? 101 എന്നെടുക്കാം. ക്ലിയർ ആണല്ലോ? ഇവിടെ എഫ് = 101 എന്നെടുക്കാം. D = 7 എന്നെടുക്കാം. ലാസ്റ്റ് ടേം എന്നുള്ളത് 997 എന്നെടുക്കാം. ഇനി ഈ ശ്രേണിയിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി? നമുക്ക് ഈ ശ്രേണിയിൽ 997 എന്ന് പറയുന്ന സംഖ്യ എത്രാമത്തെ സംഖ്യയാണ് എന്ന് നോക്കിയാൽ മതി. എത്രാമത്തെ ടേം ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഈ 997 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് xn എന്ന് പറയുന്നത് 997 എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് xn കാണാനുള്ള ഫോർമുല അറിയാം. f + n - 1 × d ആണെന്നറിയാം. = 997. ഇനി f എന്താണെന്ന് നമുക്കറിയാം. 101 + n - 1 × d എന്താണെന്ന് നമുക്കറിയാം. 7 = 997. ഇനി n - 1 × 7 നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിർത്താം. എന്നിട്ട് 997 മൈനസ് ഈ 101 നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പോസിറ്റീവ് 101 ഇവിടെ ആയിരുന്നത് ഇവിടെ എത്തിയപ്പോൾ -101 ആയി. ഇത് 7 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. 9 - 0 എന്ന് പറഞ്ഞാൽ 9. 9 - 1 എന്ന് പറഞ്ഞാൽ 8. 8 9 6 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് n - 1 × 7 എന്ന് പറയുന്നത് 896 ആണെങ്കിൽ n - 1 എന്തായിരിക്കും? 896/7 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് അതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. എന്താ കിട്ടുക? n - 1 = 8 7 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. റിമൈൻഡർ എന്തായിരിക്കും? 1 ആണ് കിട്ടുക അല്ലേ? 7 കഴിഞ്ഞാൽ പിന്നെ 1 അല്ലേ ഉള്ളൂ. ദെൻ 19 7 നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 14 ആണ് 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് 2 കിട്ടും. പിന്നെ 14
90ൽ നിന്ന് കുറക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ 5 ആണ് കിട്ടുക. ദെൻ 6 56ൽ 7 എത്ര പ്രാവശ്യം പോകും? യെസ് 8 ആണല്ലേ. 8 × 7 ആണ് നമുക്ക് 56 എന്ന് കിട്ടുക. സോ n-1 = 128 എന്ന് കിട്ടി. അതായത് n എന്ന് പറയുന്നത് എന്തായിരിക്കും? 128 + 1 ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടി? 129 എന്ന് കിട്ടി. അതായത് നമ്മൾ n 129 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? 129th ടേം ആണ് നമുക്ക് 997 എന്ന് പറയുന്ന സംഖ്യ എന്ന് മനസ്സിലായി. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സോ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഈ സീക്വൻസിൽ? യെസ് 129 നമ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ, നമുക്ക് അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. There are 129 3-digit numbers which leave a remainder 3 on division by 7. അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ 129 എണ്ണമുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കുട്ടികളെ, പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രമം കൊണ്ട് മാത്രമേ ഉള്ളൂ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക കേട്ടോ. അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് പ്രാക്ടീസിങ് മാത്രമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും, എക്സാമിന് വരുന്ന എല്ലാ പ്രോബ്ലംസും അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഡൗട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും എന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങൾക്കതിൽ മെയിൽ ചെയ്യാം. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.